ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ മാട്ടൂൽ ബോട്ട് ജെട്ടിയിലാണ്. ഇന്ന് ഒരുപാട് റൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഫ്രണ്ടിലേക്ക് പോയിക്കോളൂ. എൻ്റെ ഇങ്ങോട്ട് പോട്ടെ, വിശാലമായിട്ട് വെക്കാനല്ലേ. നമ്മൾ ടോട്ടൽ എത്ര പേരില്ലേ? 11 പേരുണ്ടല്ലേ? ബോട്ട് വിടാൻ പോവുകയാണ്. മൊത്തം നമ്മൾ തന്നെ എല്ലാവരും. ബോട്ട് ഇവിടുന്ന് വിടാൻ പോവുകയാണ്. കണ്ണൂർ അയക്കലേക്കാണ് പോകുന്നത്. ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അങ്ങനെ നമ്മൾ മാട്ടൂൽ ജെട്ടിയിൽ നിന്ന് വിട്ട് ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഭയങ്കര തിരക്കിലാണ്. കണ്ണൂർ അയക്കലേക്കാണ്. 5 മിനിറ്റേ ഉള്ളൂ അപ്പുറത്തെ ജെട്ടിയിലേക്ക്, അയക്കൽ ജെട്ടിയിലേക്ക്. ഓൾ കേരള അടിച്ച നമ്മുടെ മിസ്റ്റർ സായിക, അതുപോലെ തന്നെ യുനൈസ് ബൈ വീണ്ടും ഒരു കപ്പൽ പൊളിക്കാൻ വന്നിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത് ഇന്നത്തെ റൈഡിനെ കുറിച്ച്? ഓക്കെ, എടുക്ക് വീഡിയോ എടുക്കുന്ന അങ്ങനെ കണ്ണൂർ അയക്കലെത്തിരിക്കുകയാണ്. കണ്ണൂർ അയക്കൽ ബോട്ട് ജെട്ടിലെത്തിയിരിക്കുകയാണ്. വീണ്ടും പൊളിക്കാൻ കപ്പലെത്തിയിരിക്കുകയാണ്. ആടെ അടുപ്പിക്കാൻ പറയും, ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മൾ കണ്ണൂർ അയക്കൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് കൂടെ. അങ്ങനെ നമ്മൾ കണ്ണൂർ അയക്കൽ പുളിമുട്ടിലെത്തിയിരിക്കുകയാണ്. അടിപൊളിയായി. ആഹാ, അടിപൊളി.
നടുക്കൊക്കെ നല്ലോണം കൂടെ അടിച്ചിട്ട് പോകും. നമ്മുടെ ഓൾ കേരള അടിച്ച വ്യക്തിയാണ്. പരിചയപ്പെടും. പേരെന്താ? പേര് രാഹുൽ. രാഹുൽ ഭായ്. രാഹുൽ കുഞ്ഞാങ്ങലം. അപ്പോൾ ഓൾ കേരളനെ കുറിച്ചിട്ട് എന്തായിരുന്നു ഓൾ കേരള എക്സ്പീരിയൻസ്? ഭയങ്കര എന്താ പറയാ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. നമുക്ക് മനസ്സിലായില്ലേ, ആ ഒരു അനുഭവിച്ചറിയണം അത് ശരിക്കും. പേര് പരിചയപ്പെടുത്തും. അങ്ങനെ നമ്മൾ കണ്ണൂർ ഐക്കൽ ബീച്ചിലാണുള്ളത്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാം അടിച്ചു പൊളിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയാണ്. ഇനി പോകുന്നത് നമ്മൾ മാട്ടൂലേക്കാണ്. മാട്ടൂൽ നമ്മൾ ഒരിക്കൽ പോയതാണ്. അപ്പം ഒരുപാട് ആളുണ്ടാകുമ്പോൾ രസമല്ലേ. അപ്പം മാട്ടൂലേക്ക് ഇടാം. ഓക്കെ. ഇന്നത്തെ കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമാണ്. നല്ല കാലാവസ്ഥയാണ്. സായിദിക്ക എന്തോ ചിന്തിച്ചുകൊണ്ടെടുക്കുകയാണ്. അന്ന് നമുക്ക് ഫാൻ കാണാം. അങ്ങനെ നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഭയങ്കര രസമായിട്ട് എല്ലാവരും ജോളിയായിട്ടാണ് പോകുന്നത്. നീന്താൻ അറിയാം? എന്നാ പഠിക്കില്ല. മാട്ടൂൽ ജട്ടിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. മാട്ടൂൽ 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 സുനിൽ ഷെട്ടി മാട്ടൂൽ. ഇറങ്ങിക്കോളൂ ഇറങ്ങിക്കോളൂ. ഹോട്ടലിൽ പേരാ നോക്കുന്നത്. ഒന്നാമത് ദംസമാ. പൊറോട്ടന്റെ ഓട് കാണുന്നില്ല. പൊറോട്ടന്റെ ഓട് കാണുന്നില്ല. അടിപൊളി സാധനമാണ്. ഒന്നും നോക്കണ്ട, കഴിച്ചു. നല്ല ചൂടുള്ള പൊറോട്ട. രാവിലെ പറയണേ. ഇരിക്കണം. അതാരാ പറഞ്ഞു അക്ഷയകുമാറിനെ പോലെ ഉണ്ടെന്ന്? എല്ലാരും എന്തെല്ലോ പറഞ്ഞു. ഇഷ്ടമായില്ലായിരുന്നു. ഷട്ടിനെ പോലെ ഉണ്ടായിരുന്നു. മംഗളാരത്തിയത് ഷട്ടി. ഏത് ഷട്ടിയാണോ ഉദ്ദേശിച്ചത്? കഴിഞ്ഞ വീഡിയോയിൽ നമുക്കിതുവരെ കയറാൻ പറ്റിയിട്ടില്ല. കാരണം കൊറോണ കാരണം ഇത് ലോക്ക് ചെയ്തിരുന്നു. ഇതാണ് ഒട്ടക പക്ഷി. ഒരുപാട് കാണാനുണ്ട് കേട്ടോ.
ഇതിൻ്റെ പേരെന്ത്? ഇത് മെക്കാവോ, ബ്ലൂ ഗോൾഡ് മെക്കാവോ. രജിസ്ട്രേഷനുള്ള പേരാണോ ചോദിച്ചത്? എല്ലാം ശരിക്കുള്ള പേരാണ്. ശരിക്കും ശരിക്കുള്ള രജിസ്ട്രേഷനുള്ള റിയോ റിയോ ദ ബ്ലൂ. ഇത് പറക്കൂല. കുഞ്ഞാണോ? അതിന്റെ കുട്ടിയാണ്, അത്ര കണ്ടിട്ടേ ആയി വരുന്നത്രേ. ഹലോ, സംസാരിക്കോ? ഇല്ല, ചെറിയ കുട്ടിയാ, പീഡയെന്നത്രേ. കാരണം ബാലൻസ് ആയിട്ട് അതായത് എന്നാൽ അതിനവിടെ ഇതില്ലല്ലോ, മരമില്ലല്ലോ, ഉണ്ടാ അതാക്കി സാധിക്കും. ഇത് ക്യാറ്റ് നമ്മളെ എ സിയിലേക്ക് കിടക്കുള്ളൂ കേട്ടോ. ഇത് എ സി ഉണ്ട്, എ സിയിലാണ്. കഴിഞ്ഞ വീടിൽ നമുക്ക് ഇതിവിടെ കയറാൻ പറ്റിയില്ല, കാരണം അന്ന് കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഇവിടെ കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയുള്ളത്. ഓക്കെ, ടർക്കി കോഴി. ഇതാണ് ഒട്ടക പക്ഷി. ക്യാമറ ക്യാമറ. വാ, ഒക്കെ മുയലുണ്ടോ? അടിപൊളി, ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇതെന്താണ്? എലിനെ പോലത്തെ പറയൂ. റോക്കറ്റ് മഞ്ചി ആണെന്നത് മരിക്കൂല. ഇതിങ്ങനെ ചില ഫിലിംസിലൊക്കെ കാണാറുണ്ട്, ഈ പോക്കറ്റിലൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കും. അതല്ല, അതല്ല, അതെടുക്കുന്നത് ശരിക്കും മെരുകുന്ന അതിന് ഒപ്പരം എടുക്കണ്ടേ? അല്ല, നമുക്കത് ആ കൈ വെച്ചെടുക്കാം. അത് ആരെ കൈ നിന്നറിയില്ല, നമുക്ക് സ്റ്റാറ്റസ്. ഇത്ര വൃത്തി ഉണ്ടാവും വിചാരിക്കൂല ആളെ നമ്മളെ കൈ. മങ്കി ഇങ്ങനെ വെക്കട്ടെ. പോയാലും പണെടുത്തായ എങ്ങോട്ട് പോയാലും ആള് പോടാണ്. കൈ കൈ കൊണ്ടുവന്നു പടം എടുത്ത് സെറ്റ് അല്ലേ? ഒരു സെൽഫി എടുക്കാൻ നമുക്ക്.
ഇഗ്വനിത ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാഷാളം ഷാജിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഇഗ്വനിത ഇവിടെ കിടക്കുകയാണ്. പുറത്ത് ചെയ്യാൻ തിങ്കാട്. സ്വദേശം എവിടെയാ? പിന്നെ യുപിയിലാ? സ്കോട്ട് നോർമൽ ഒരു ഭയങ്കര സംഭവം വേണ്ട. മേടിക്കുമ്പോ ഇന്നത്തെ ഹൈബ്രിഡ് ഇതുപോലത്തെ ടയർ ചെയ്ത് നേരിയത് പിന്നെ അലോയ് ഫ്രെയിം ആയിരിക്കണം. എന്നാൽ പിന്നെ തുരുമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കടൽക്കാരല്ലേ? ഇതുപോലത്തെ അല്ലാണ്ട് ഇത് ടയർ വലുതല്ല, ഇത് ചവിട്ടാൻ പണിയായിരിക്കും. ഇത് കുറച്ചും കൂടി സ്പീഡ് ഉണ്ടാവും നമുക്ക്. പക്ഷെ പുഴയിലും പോകാൻ ഭയങ്കര പണിയാണ്. പുള്ളിയിൽ എന്നാലും ഓൾമോസ്റ്റ് രണ്ടിലും പോവാം. രണ്ട് ടെറൈനിൽ പോകാൻ വേണ്ടി. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ റോഡിന്റെ ബൈക്കിന്റെതും മറ്റേ ഇതിന് നേരിയ ടയറിലെല്ലാം ഉണ്ട്. ഇത് മതി അല്ലേ? ഈ ടൈപ്പിലുള്ള സാധനം ഇതിന്റെ വെയിറ്റ്നെസ് ആയിരിക്കണം കുറച്ച്. മറ്റേ അലോയ് ഫ്രെയിം നോക്കിയിട്ട് ഇതൊക്കെ അലോയ് ഫ്രെയിം വീട്ടിലെ കലാപം നടക്കും. ഇവിടെ പോകുമ്പോൾ നമ്മളെ കൂട്ടുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ യാദൃശ്യമായിട്ട് റാഷിദ് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോ ഇന്നത്തെ റൈഡിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ റൈഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുൾ വൈബ്. ഇത് നമ്മളെ പെറ്റ് ഷോപ്പ് ഒക്കെ എന്താ രസം. കഴിഞ്ഞ നമുക്ക് വന്നിട്ട് കാണാൻ പറ്റിയില്ല അല്ലേ? അപ്പൊ ഇന്ന് അതിന്റെ ക്ഷീണം തീർത്തു. അതേപോലെ ഇന്ന് നമ്മളെ കൂടെ റൈഡേഴ്സ് ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് നമ്മളെ അരുൺ അർജുൻ ആരാ നമ്മളെ അരുൺ ഭായിൽ ഭയങ്കര എനർജിയിലാ ഉള്ളത്. മൂപ്പരൊക്കെ എല്ലാരും ഭയങ്കര രസമായിരുന്നു. നമ്മളെ ഇന്നത്തെ ഗ്രൂപ്പ് റൈഡ് അടിപൊളിയായിരുന്നു. എന്തുകൊണ്ട് അപ്പോ എന്താ പറയുന്നത്? എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബക്കൺ അങ്ങനെയല്ല.